എന്ന് കരുതി എല്ലാ തോന്നിവാസത്തിനും കുടപിടിക്കുമെന്നും മിണ്ടാതിരിക്കുമെന്നും ഈ മാധ്യമ പ്രവർത്തകർ കരുതരുത് എന്ന് തന്നെയാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ വെടിവെച്ച സമരത്തിന് നേരിട്ട പാരമ്പര്യമുള്ള ഞങ്ങൾക്ക് ഈ പുല്ല് ഏഷ്യാനെറ്റ് വലിപ്പമധികമാവില്ല എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷൻ വസീഫിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് ഡിവൈഎഫ്ഐ ഒരു പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെയും വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തിനെതിരായിട്ടുമുള്ള മാധ്യമങ്ങളുടെ വ്യാജ വാർത്തയ്ക്കെതിരായിട്ടായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ സദസ്സ്. ആ സദസ്സിലാണ് വസീഫ് ഈ കാര്യം പറഞ്ഞത്. നല്ല ഒന്നാന്തരമായിട്ട് കാര്യങ്ങൾ വസീഫ് പറയുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറയുകയാണ്, ഈ വ്യാജ വാർത്ത ആദ്യം കൊണ്ടത് ഏഷ്യാനെറ്റ് ന്യൂസാണ്. ഏഷ്യാനെറ്റ് ന്യൂസിനോട് വസീഫ് പറയുകയാണ്, പുല്ല് ഏഷ്യാനെറ്റിൻ്റെ വലിപ്പം പോരാ ഡിവൈഎഫ്ഐ പൂട്ടാൻ. അതിൽ ഒന്നാന്തരമായിട്ട് വസീഫ് പറയുന്നുണ്ട്. നമുക്ക് വസീഫിൻ്റെ ആ വാക്കുകൾ പൂർണ്ണമായിട്ടും നമുക്കൊന്ന് കേൾക്കാം. നിങ്ങൾ ഇതിനു മുമ്പും ഞങ്ങളെ കുറിച്ച് നുണകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. മണലൂരിലെ ഫാസിലുണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ കൊലപ്പെടുത്തിയതാണ് RSSുകാർ. ആ പ്രിയപ്പെട്ട സഖാവ് ഫാസിൽ കൊല്ലപ്പെടുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് അവിടെ ഒരു വാർത്ത പ്രചരിച്ചിരുന്നു. അയ്യപ്പ ഭക്തരുടെ മാല പൊട്ടിച്ച പ്രതിയാണ് ഫാസിൽ എന്ന് പ്രധാനപ്പെട്ട മാതൃഭൂമി പോലെയുള്ള പത്രങ്ങളാണ് എന്നാണ് ഞാൻ കരുതുന്നത് ആ വാർത്ത പ്രചരിപ്പിച്ചത്. പ്രാദേശികമായി ആ വാർത്ത പ്രചരിച്ചു. ആ വാർത്ത പ്രചരിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് ഫാസിൽ RSSുകാരാൽ കൊല ചെയ്യപ്പെടുന്നത്. അതേ അനുഭവം ഈ കോഴിക്കോട്ട് ഞങ്ങൾക്കുണ്ട്. സഖാവ് ബിനുവിനെ നാദാപുരത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണ്. അവിടെ ഈ മുസ്ലിം തീവ്രവാദികളായിട്ടുള്ള ഈ ഗുണ്ടാപ്പട കൊലപ്പെടുത്തി നുണ പ്രചരിപ്പിച്ചതിന്റെ തുടർച്ചയായിട്ടാണ് ബിനുവിനെ കൊലപ്പെടുത്തിയത്. അങ്ങനെ ബിനുവിനെയും ഫാസിലിനെയും നുണപ്രചരണത്തിന്റെ ഒടുവിൽ നഷ്ടപ്പെട്ട സംഘടനയാണ് ഡിവൈഎഫ്ഐ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഈ മാരാരുമാരെയും ജയശങ്കരന്മാരെയും ഇവിടെയുള്ള മറ്റു മറുനാടന്മാരെയും ഒക്കെ ഇറക്കിവിട്ട് പല നുണകൾ ആവർത്തിച്ച് പറഞ്ഞ് അവർക്ക് ഈ ഏഷ്യാനെറ്റിന്റെ ഒക്കെ ഒരു മേമ്പൊടി ഇട്ട് കൊടുത്ത ഈ തെരുവിൽ ഞങ്ങളെ മർദ്ദിക്കാനും ഞങ്ങളെ നേരിടാനും ഒരു സമൂഹത്തെ സജ്ജമാക്കണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയാം. ഈ കോഴിക്കോട്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തിയ ഒരു സംഭവമുണ്ട്. ഐസ്ക്രീം പാർലർ കേസ് മറന്നുപോയോ നിങ്ങൾ? ഐസ്ക്രീം പാർലർ കേസിൽ ഇന്ത്യ വിഷൻ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ MK മുനീറിന്റെ ചാനൽ ഉൾപ്പെടെ വാർത്തകൾ കൊണ്ടുവന്നു. വാർത്തകളായിട്ട് അവതരിപ്പിച്ചത്. ആ വാർത്ത അവതരിപ്പിച്ചതിന് ശേഷം കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന മുസ്ലിം ലീഗ് നേതാവിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി. വിദേശത്ത് നിന്ന് അന്ന് കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയതാ. റിപ്പോർട്ട് ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ കരിപ്പൂരിലേക്ക് പോയി. നിങ്ങളുടെ മുൻഗാമികളോട് അല്ലെങ്കിൽ ഇപ്പോ ഈ നുണയൊക്കെ പ്രചരിപ്പിക്കാൻ അതിന്റെ ആ ഉൽപാദനത്തിനൊക്കെ പങ്കുവഹിച്ച ഗൂഢാലോചനക്ക് നേതൃത്വം കൊടുത്ത മാധ്യമ പ്രവർത്തകർക്ക് അറിയാം. ഏഷ്യാനെറ്റിലെ തന്നെ മാധ്യമ പ്രവർത്തകരെ അന്ന് കോഴിക്കോട്ട് കരിപ്പൂരിൽ മുസ്ലിം ലീഗുകാർ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ഇല്ലെങ്കിൽ ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കൊന്നെടുത്ത് പരിശോധിച്ചാൽ മതി. ഇവിടെ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ജയശങ്കരൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റുകാരെയും ഡിവൈഎഫ്ഐയെ ഒക്കെ കണ്ടാൽ അങ്ങ് കടിച്ചു കീറണമെന്ന് നാടിനെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു മഹാനാണ്. ആ മഹാൻ കഴിഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുറിച്ചൊരു വാർത്ത ചെയ്തപ്പോ ആ മഹാനെ യൂത്ത് കോൺഗ്രസുകാര് ആ മഹാന്റെ ഫ്ളാറ്റിൽ കയറി സൽക്കരിച്ചിരുന്നു. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഈ പ്രിയപ്പെട്ട ബഹുമാനമുള്ള ഈ മാധ്യമ പ്രവർത്തകരോട് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഞങ്ങൾ പറയുകയാണ്, ഞങ്ങളുടെ ലക്ഷ്യം മാധ്യമ സ്വാതന്ത്ര്യമാണ്, പൗരസ്വാതന്ത്ര്യമാണ്, ജനാധിപത്യമാണ്, ഭരണഘടന മൂല്യങ്ങൾ സംരക്ഷിക്കലാണ് എന്ന് കരുതി എല്ലാ തോന്നിവാസത്തിനും കുടപിടിക്കുമെന്നും മിണ്ടാതിരിക്കുമെന്നും ഈ മാധ്യമ പ്രവർത്തകർ കരുതരുത് എന്ന് തന്നെയാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. പറഞ്ഞതിന്റെ മലയാളം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവിടെ ഷൈജുവും ലിജീഷും ഒക്കെ പറഞ്ഞു, ഈ കോഴിക്കോട്ടെ ഡിവൈഎഫ്ഐയെയും
ഈ ഡിവൈഎഫ്ഐ ആകുന്നതിന് മുമ്പ് SFI ആയും ഒക്കെ ഞങ്ങളൊക്കെ ഈ കോഴിക്കോട്ടൊക്കെ പ്രവർത്തിച്ചവരാ. അനവധി സമരത്തിന് ഈ തെരുവിൽ നേതൃത്വം കൊടുത്തവരാ. ഈ കോഴിക്കോട്ട് അങ്ങാടിയിൽ ഉമ്മൻചാണ്ടിയുടെ പോലീസ് കമ്മീഷണർ തന്നെ ഇറങ്ങി വന്ന് ഞങ്ങളുടെ സമരത്തിന് നേരെ വെടിവെച്ചതാ. മറന്നിട്ടില്ല ഈ നാട്. ആ വെടിവെച്ച സമരത്തിന് നേരിട്ട പാരമ്പര്യമുള്ള ഞങ്ങൾക്ക് ഈ പുല്ല് ഏഷ്യാനെട്ട് വലിപ്പമധികമാവില്ല എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഞങ്ങൾ പ്രതിരോധിക്കാൻ തീരുമാനിച്ചാൽ ഈ നുണപ്രചരകരെ അങ്ങ് പ്രതിരോധിക്കണമെന്നും ആ നുണകൾ അവസാനിപ്പിക്കണമെന്നും ഡിവൈഎഫ്ഐ തീരുമാനിച്ചിറങ്ങിയാൽ ഒരു സംശയവും വേണ്ട. ഏത് പൊന്നു തമ്പുരാന്റെ മാധ്യമ സ്ഥാപനമായാലും ആ മാധ്യമ സ്ഥാപനം പ്രവർത്തിക്കണോ വേണ്ടേ എന്ന് ഡിവൈഎഫ്ഐ തീരുമാനിച്ചാൽ അത് ആ തീരുമാനിച്ചതുപോലെ നടപ്പിലാക്കാൻ ശേഷിയുള്ളവരുടെ പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. പക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചു, മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവരാണ് ഞങ്ങൾ. രാജ്യത്ത് സംഘപരിവാറുകാർ ഈ മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കാനും മാധ്യമ പ്രവർത്തകരെ ജയിലിലടക്കാനും ആക്രമിക്കാനും അവരുടെ നാവടക്കാനും അവരുടെ പ്രതികരണ ശേഷി ഇല്ലാതെയാക്കാനും ശ്രമിക്കുന്ന കാലത്ത് ഒരു വശത്ത് അവരെ പണം കൊടുത്ത് വശത്താക്കാനും അവർക്ക് അനുകൂലമാക്കി മാറ്റാനും ശ്രമിക്കുന്ന കാലത്ത് മറുവശത്ത് അവര് ജയിലിൽ അകത്താക്കാനും ആക്രമിക്കാനും നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഇതിനെയൊക്കെ എതിർക്കുന്നവരാ. ഈ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടാകണം എന്നാഗ്രഹിക്കുന്നവരാ. ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിൽ മാധ്യമപ്രവർത്തകർക്ക് ഒരു പങ്കുണ്ട് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരാ ഞങ്ങള്. സത്യസന്ധമായി വിശ്വസിക്കുന്നവരാ ഞങ്ങള്. പക്ഷെ നിങ്ങൾ ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യരുത്. ആ വിശ്വാസത്തെ നിങ്ങൾ ഇല്ലാതെയാക്കരുത്. നിങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തനം എന്ന് പറഞ്ഞ് നടക്കുന്നത് ഈ നാട്ടിലെ ഡിവൈഎഫ്ഐക്കാരന്റെയും ഈ നാട്ടിലെ ഇടതുപക്ഷക്കാരന്റെയും എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് പരിശോധിച്ച് നടക്കുക. നിങ്ങൾക്കെവിടെയും മറ്റൊരാളുടെ തെറ്റും മറ്റ് കോൺഗ്രസുകാരന്റെയോ യൂത്ത് കോൺഗ്രസുകാരന്റെയോ തെറ്റോ നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഞങ്ങൾക്കും അത് പ്രശ്നമില്ല. ഞങ്ങൾ കൊടുത്തോളണമെന്നില്ല. നിങ്ങൾ ഞങ്ങളുടെ തെറ്റൊക്കെ ചൂണ്ടിക്കാണിച്ചാൽ ഒന്നും ഒരു തർക്കവും ഞങ്ങൾക്കില്ല. പക്ഷേ നുണ പ്രചരിപ്പിക്കരുത്, ഇല്ലാത്തത് പ്രചരിപ്പിക്കരുത്, അതിനുവേണ്ടി ഗൂഢാലോചന നടത്തരുത്. RSSുമായും സതീശനുമായും നിങ്ങൾ നടത്തുന്ന ഗൂഢാലോചന ഈ നാട്ടിലാകെ ഇപ്പൊ വലിയ സംശയത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വാർത്ത കൊടുക്കുന്നു, ഉടനെ തന്നെ സതീശന്റെ പ്രതികരണം വരുന്നു, ഉടനെ തന്നെ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം വരുന്നു. എങ്ങനെ ഇത് സാധിക്കുന്നത്? ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന ഇല്ലാതെ ഒരടിസ്ഥാനവുമില്ലാത്ത വാർത്തകൾ കൊടുത്ത ഇവിടെ വലിയ പ്രതിഷേധങ്ങൾക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കുക. യഥാർത്ഥത്തിൽ നോക്കൂ, നിങ്ങളും ഞങ്ങളുമൊക്കെ ഒരുമിച്ച് ആവശ്യപ്പെടുകയല്ലേ വേണ്ടത് ഈ കേരളത്തിന് വേണ്ടി? യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പൊ പ്രതിപക്ഷമായി നിൽക്കേണ്ടത് നമ്മൾ ഒരുമിച്ചല്ലേ? കാരണം ഈ കേരളമാണ് തകർന്നിരിക്കുന്നത്. ഈ ദുരന്തം കൊണ്ട് ഒരു ജില്ലയിലാകെ വലിയ പ്രയാസവും പ്രതിസന്ധിയും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അവിടെ മാതൃകാപരമായിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിന് ഗവൺമെന്റ് നേതൃത്വം കൊടുത്തു എന്നുള്ള ബോധ്യവും നമുക്കേവർക്കുമുണ്ട്. 28 ദിവസം കൊണ്ടാണ് അവിടെ താൽക്കാലിക പുനരധിവാസത്തിന് ഗവൺമെന്റ് നേതൃത്വം കൊടുത്തത്. 28 ദിവസം കൊണ്ട് 700-ലധികം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ശ്രമകരമായ ഇടപെടലാണ്, ശ്രമകരമായ ദൗത്യത്തിനാണ് ഗവൺമെന്റ് നേതൃത്വം കൊടുത്തത്. ആ സമയത്ത്, ആ ദുരന്ത സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് കുഞ്ഞിനെ എടുത്ത് താലോളിച്ചു പോകുന്ന ആ പടം നിങ്ങളുടെ പത്രങ്ങളിലൊക്കെ നിങ്ങൾ കൊടുത്തു. നല്ലത് തന്നെ, ഒരു അഭിപ്രായ വ്യത്യാസവും നമുക്കില്ല. പക്ഷെ ദിവസം 50 കഴിഞ്ഞു. 50 ദിവസം കഴിഞ്ഞിട്ടും 5 നയാ പൈസ ഈ കേരളത്തിന്റെ അക്കൗണ്ടിലേക്ക് വയനാടിന് വേണ്ടി, ആ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുത്തയച്ചിട്ടില്ല ആ മഹാൻ. അതല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്?